നമ്മൾ 3 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ലോഡ് കയറ്റാൻ വേണ്ടി മോർബിക്ക് പോവാ. ഇന്നിപ്പോ ഞായറാഴ്ച, ഇന്ന് ലോഡാവുമെന്ന് പ്രതീക്ഷിച്ചല്ല. നമ്മളവിടെ ചെല്ലുമ്പം രാത്രിയാവും. അല്ല ഇന്നിപ്പോ ആയി. നമുക്ക് ലോഡ് കയറ്റാൻ വേണ്ടി 3 എടുത്തുന്നാ കേട്ടണ്ടേ കയ്യിലാന്ന് പറഞ്ഞു. നല്ല ദൂരം ഓടാനുണ്ട്. പിന്നെ നല്ല വഴിയൊക്കെ ആയതുകൊണ്ട് അടിപൊളി ഹൈവേ, നല്ല ഹൈവേ ആണ്. രാജ്കോട്ടിന് പോകുന്ന ഹൈവേ. അതെ. വഴി നല്ലതായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 3 എടുത്തുന്നാ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെലിവറി ആണേലും അത് കൂട്ടാ, 4 ഡെലിവറിയാ. ലോറി ഫീൽഡിൽ ഇങ്ങനെയൊക്കെയാണ്. അതെ, ദൂരം കൂടുന്തോറും ഓട്ടത്തിന്റെ എന്ത് പറയുന്നത് ഇതെല്ലാം കൂടും, വ്യാപ്തം. അതെ അതിന്റെ സിസ്റ്റങ്ങളെല്ലാം മാറും, ഡെലിവറികൾ കൂടും. അതെ, അതുപോലെ ഓട്ടം കിട്ടാൻ താമസം വരും. അതെ. കടവായി ഇവിടുത്തെ ഒരു വ്യവസായം. അത് മറ്റേ ഇതാ മാട് വ്യവസായം. മൊത്തം എന്തോ പശു അല്ലേ? ഇവരുടെ ഒരു ബിസിനസ് ആയിരിക്കും. പശു കാളയുണ്ട്. പശുവുണ്ട്, അതുകൊണ്ട് കാളയുണ്ട്. രണ്ടുമുണ്ട്. എത്ര എണ്ണമാന്ന് നോക്കി. അങ്ങനെ അവരുടെ ഉപജീവന മാർഗമാണ്. ഉപജീവന മാർഗം ഓരോതിനെ. ഇവിടൊക്കെ പിന്നെ വേറൊരു കാര്യമാണ്, ഇഷ്ടംപോലെ പുല്ലും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടേ അല്ലേ? ടൈലർ ടിപ്പർ. ടൈലർ ടിപ്പർ. അടിപൊളി സ്ഥലങ്ങളാണ്. ബൈപ്പാസ്. അതെ. ഗ്രാമം ഉള്ളിലോട്ട് കയറിയാണ്. മോർബി, പഴയ പേര് മോർഫി. സിറാമിക് മണലിനും ടൈലിനും പേര് കേട്ട സ്ഥലമാണ്. ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ച പഴയ ടെക്നോളജിയാണ്. ടൈല് ഉണ്ടാക്കാവുന്ന മണ്ണിവിടെയുണ്ട്. അതുകൊണ്ട് വ്യത്യസ്തപരമായ ടൈലുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയുടെ മുമ്പിലാണ് നമ്മൾ. നമ്മളിതിപ്പോ രണ്ടാമത്തെ കമ്പനിയിലാണ് വന്നത്. ആദ്യത്തെ കമ്പനിയിൽ കുറച്ച് കയറ്റി, രണ്ടാമത്തെ കമ്പനി നമ്മൾ ഇന്നലെ രാത്രി വന്നതാണ്. അവിടെ നമ്മൾ കഞ്ഞി വെച്ചു, ഓംലേറ്റ് അടിച്ച് കഴിച്ചു. രാവിലത്തേക്കുള്ള സാമ്പാറും ചോറും നമ്മൾ റെഡിയാക്കി. കമ്പനി ഓപ്പൺ ആയിട്ടില്ല. 9 മണി 10 മണിയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനിയിപ്പം ഇതുകൂടാതെ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം കൂടെ കയറ്റാനുണ്ട്. അപ്പം നമുക്ക് ലോഡ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പാർട്ട് ലോഡ് കയറ്റേണ്ടതായിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ പാർട്ട് ലോഡ് കയറ്റേണ്ടി വരും. പിന്നെ ഇത് പഴയ ഒരു നദിയായിരുന്നു കേട്ടോ. കമ്പനികളൊക്കെ ഇവിടെ ഒഴുക്കില്ല കിടക്കുന്നുണ്ട്. ഒരു നദിയുണ്ടോ? ഇത് കണ്ടോ? ഒഴുക്ക് കുറവാണ്. പഴയ നദിയാ. ഹാരപ്പൻ സംസ്കാരത്തിലെ നദികളാണെന്ന് തോന്നുന്നു. കമ്പനികളുടെ കടന്നുകയറ്റം കൊണ്ട് ഇവിടെ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. മഴ പെയ്യുമ്പം ഇവിടെ വെള്ളമൊക്കെ ഒഴുകുമെന്ന് തോന്നുന്നു. നമ്മളിങ്ങോട്ട് വന്നപ്പം കണ്ടില്ലേ ഒരു ചെറിയ പാലം. അതായത് അത് വെള്ളം പറ്റിപ്പോയ ഒരു നദിയാണ്. അതിന്റെ അപ്പുറത്ത് കടല് പോലെ കാണിക്കുന്ന ഒരു ഇതായിരുന്നു. അതിന് പൊക്കമൊന്നുമില്ല. അതിന് 2 സൈഡിൽ പുതിയ 2 പാലം പണിയുന്നുണ്ട്. നല്ല പൊടിയാ ഇവിടെ. നമ്മളിപ്പോ പുറത്തിട്ട് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഉള്ളിൽ കയറ്റിയിട്ടോളാൻ പറഞ്ഞു. നല്ല മനുഷ്യരാണ്. അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഒന്നും പേടിക്കാതെ കിടക്കാൻ പറ്റും. ഈ ഗ്യാസും സ്റ്റൗവും പാത്രങ്ങളും ഇപ്പൊ അതിനുള്ളിൽ കയറിയിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളും ഉണ്ട്. അവിടുത്തെ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കിക്കോളാന്. വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളമുണ്ട്. വെള്ളം ചെറിയൊരു ഉപ്പുരസമുണ്ട്. എന്നാലും കുഴപ്പമില്ല. പാത്രം കഴുകാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഫുഡും ഒക്കെ ഉള്ള നമ്മൾ വാങ്ങിച്ചോണ്ടാണല്ലോ വന്നത്. കൃഷിയാണോ? അത് എന്തോ കൃഷിയത്. തേക്ക് പ്ലാന്റേഷൻ പോലെ. അതെ എന്തോ കൃഷിയത്. വൻ മരം എന്തോ സെറ്റ് ചെയ്ത്. വൻമരം ഒന്നും ആയിരിക്കത്തില്ല. എന്തോ നിർമ്മിച്ച കമ്പനികളാണ് ഈ കാണുന്ന കണ്ടില്ലയോ? ഇതെല്ലാം ഓരോരോ കമ്പനികളാണ് തോന്നുന്നുണ്ട്. അത്
അത് കണ്ട് അവിടെ എല്ലാം കാണുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ക്ലേ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഓരോ ക്ലേ അതിൽ പൊതിഞ്ഞ് കിട്ടി കൊണ്ടുവരും നനയ്ക്കാതെ. ഇവിടെ കൊണ്ടൊന്ന് വെളിയിൽ കൂട്ടിയിട്ടേക്കുക. നനഞ്ഞു കഴിഞ്ഞാൽ സത്യമായ ഇൻഡസ്ട്രിയൽ ഏരിയ ആണല്ലേ, വലുതായ വീടുകളും കാര്യങ്ങളും ഒന്നുമില്ല. വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ അല്ല, ഈ ഭാഗത്തൊന്നും ഈ കമ്പനിയുടെ ഈ പരിസര ഭാഗത്തൊന്നും വീടുകൾ. ഇവിടെ ജോലി ചെയ്യുന്നില്ല, രാജസ്ഥാൻ വംശജരാണ്, അവരുടെ ശൈലിയെല്ലാം കണ്ടിട്ട് അങ്ങനെ. അതെ, രാജസ്ഥാൻ വലിയ ദൂരമില്ലല്ലോ ഇവിടെ, ഏകദേശം ഒരു രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തി പ്രദേശം. 1698 ഫോമായ ഒരു സ്ഥലമായിരുന്നു. ഇതിന്റെ ഒരു താക്കൂർ അല്ല അങ്ങനെ കണ്ട. ഞാൻ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു. ഭയങ്കര സിറ്റി ആയിരുന്നു. പിന്നെ ഇത് എന്തു പറയുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടത് വളം വെച്ചു. നല്ല വളർച്ചയാ. പിന്നെ നമുക്ക് ഉള്ളിലോട്ട് പോവാം. ശരി. ഭയങ്കര പൊടിയാണ് ഇവിടെ അല്ലേ? ഭയങ്കര പൊടിയാ. ഭയങ്കര പൊടി എന്ന് പറഞ്ഞാല് പൊടി അങ്ങ് പറക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അരി എന്തായാലും ഇവിടെ അല്ല, അരി നമ്മുടെ സെയിം അരി ഇവിടെ കിട്ടിയ എന്തായാലും ഉപകാരമായി. അരി തീർന്നു, നമ്മള് മേടിച്ച അരിയെല്ലാം തീർന്നായിരുന്നു. 5 കിലോ അരിക്ക് 300 രൂപയ്ക്ക് കിട്ടിയേ. നമ്മുടെ നാട്ടിലെ സെയിം വിലക്ക് കിട്ടി. സെയിം വിലയാണ്, സെയിം അരിയാണ്. നമ്മളാ ഗുജറാത്ത് മലയാളിക്കടയിൽ നിന്ന് മേടിച്ചപ്പോൾ ഇച്ചിരി വില കൂടുതൽ. അത് 70 രൂപ വെച്ച് കിലോയ്ക്ക് മേടിച്ചു. ഇത് കണ്ടില്ലേ പൊടി കുറക്കുന്നത്? എന്നാ പൊടിയാ. പിന്നെ ഈ പൊടിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതിനകത്തൂടെ പെറുക്കം നടന്ന പൊടിയെ ആഘോഷമാക്കാന്നേ ഉള്ളൂ. മാസ്ക് വെക്കുക. പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഇനിയും ലോഡ് കയറാനുണ്ട്. 18 എണ്ണല്ലേ ആയിട്ടുള്ളൂ. ബാക്കി ആകണം. നമ്മളിപ്പം ഇവിടെ അഞ്ചുവിൻ്റെ മോർവി ഓഫീസിൽ ഒന്ന് കിടക്കുക. ഇനിയിപ്പം ബാക്കി ഇവിടെ സെറ്റ് ചെയ്ത് തരാമെന്നല്ലേ പറഞ്ഞത്. കേരള വണ്ടികൾ ഒത്തിരി കിടപ്പുണ്ട്. കേരള വണ്ടികൾ ഇപ്പം കുറവാണ്. കേരള വണ്ടികൾ ഇഷ്ടം പോലെ കാണുന്ന ഇവിടെ. നമ്മുടെ അടുത്തൊരു 14 വീല് വന്നിട്ടുണ്ട്, ചെറുക്കൻ പയ്യൻ, തിരുവനന്തപുരം. ആ വണ്ടി ടിപ്പർ പൊടി കണ്ടു. ഇവിടെ മുഴുവൻ മറ്റേ ടൈലറാണ് കൂടുതലും കിടക്കുന്നത്. ടൈലറാണ് കൂടുതലും കിടക്കുന്നത്. ഇത് എങ്ങോട്ടേക്കായിരിക്കും ടൈലർ ഓടുന്നത്? അതിനെ കുറിച്ചൊരു ധാരണ. രാജസ്ഥാൻ, ഹരിയാന, ബീഹാർ, നമ്മളിപ്പം വെളിയിൽ കണ്ടില്ലേ, ബംഗ്ലാദേശ്, നേപ്പാൾ. നമ്മുടെ വണ്ടിക്കകത്തിലോട്ട് വെച്ചോ. ഇതും പിടിച്ചോണ്ട് എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? അരി ബംഗ്ലാദേശ്, നേപ്പാൾ അല്ലതേ, ഈ അരി വാങ്ങിച്ചതേ ഉള്ളിലോട്ട് കൊണ്ടുവന്നങ്ങ് വെക്കാൻ പറയുക. എന്തായാലും നമ്മൾ രാവിലെ ചോറൊക്കെ റെഡിയാക്കിയതുകൊണ്ട് ബംഗ്ലാദേശ്, നേപ്പാൾ ലോഡാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അന്നപൂർണ ട്രാൻസ്പോർട്ട്. ബീഹാറൊക്കെ പോകുന്നത് മേഘാലയ. വണ്ടി പോവായിരിക്കും. പിന്നെ എന്നാ താക്കോലെന്നാ ഉള്ളിലോട്ട് വെച്ചോ. കഞ്ഞികളെല്ലാം റെഡിയായി. റോഡ് കയറ്റാൻ തുടങ്ങിയിട്ട് ഇന്ന് 3-4 ദിവസമായല്ലേ കയറ്റാൻ തുടങ്ങി. ഇതുവരെ ഫുള്ളായില്ല, 18 ആയുള്ളൂ. ഇനി ബാലൻസ്. കഞ്ഞിയാണോ ശരി കഞ്ഞികളാണോ? കഞ്ഞിയാണോ ശരി കഞ്ഞികളാണോ? അതെന്നതാ ഭായി, ഞാനൊക്കെ ബഹുവചനവും ഏകവചനവും പറഞ്ഞു ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു. ഇതൊരു ടയറുടെ കേട്ടോ. ഇത് കണ്ടില്ലേ എന്നാലും ടയറാ ഇതെല്ലാം. ഇതെന്താ ആക്രിക്ക് കൊടുക്കാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്? എല്ലാം കൂടെ ഹോൾസെയിലായിട്ട് ഒരുമിച്ച് കൊടുക്കാനായിരിക്കും അല്ലേ? അത് കാണത്തില്ലേ എടുക്കാൻ. ആയിരിക്കും. ഇവിടെ പറഞ്ഞു കൂട്ടേ, ഗ്രീസ് അടിക്കുന്ന ഒരാള് ഉണ്ട്. നമ്മുടെ വണ്ടിക്ക് ഗ്രീസ് അടിപ്പിക്കണം. ഗ്രീസ് അടിപ്പിക്കണം. ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തേ. എന്നതാ അത് രാവിലെ ഇവിടെ ഒരു സാധനം ഭക്ഷണവും കഴിക്കാൻ കിട്ടത്തില്ല. അല്ല നമ്മള് വെച്ചല്ലോ, നമ്മളിനി കഴിച്ചാൽ മതി. ഇവിടെ ചോറ് അടയ്ക്കാം. ഞാന് അടച്ചോ, അതിന്റെ വാഷർ ഇട്ടിട്ട് അടച്ചു വെക്കും. പിന്നെ രാവിലെ നമ്മള് ബെടാപ്പാവ് ചോദിച്ചപ്പോഴേ അവൻ ചോദിച്ചു, എന്നെ നിന്റെ മുഖത്തോട് നോക്കി അയാൾ ഒറ്റ ചിരി. അതെ, ഇവര് രാവിലെ ഒന്നും കഴിക്കത്തില്ല. രാവിലെ ഒന്നും കഴിക്കത്തില്ല. പക്ഷെ നമ്മള് ബോംബെയിലൊക്കെ പോകുമ്പോഴേ പോയി രാവിലെ ബെടാപ്പാവ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു കടയിലും ബെടാപ്പാവ് ഒന്നും ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല. സാമ്പാർ സാമ്പാർ താഴെ ഇടണ്ട, അടച്ചു വെക്ക്. അതിന് വാഷർ അടച്ചു വെക്ക്. ഓട്ടത്തില്ലേ മറ്റേ അതിന്റെ വെയിറ്റ് കൂടെ എടുത്തിടണം. ആ കാര്യങ്ങളൊക്കെ ഓക്കെ. എന്തോ ഇത് ചായ കച്ചവടം തുടങ്ങി. 20 രൂപയുടെ ചായ മേടിച്ചേ അതൊരു പാക്കറ്റ് ആയിട്ട് തരും. അല്ല, നമ്മളെ 20 രൂപ കൊടുത്ത് ചായ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ഈ 2 ഗ്ലാസ് ഇല്ലേ? അല്ല അവർ 20 അല്ല
നമ്മൾ 2 ചായ എന്ന് പറഞ്ഞാൽ ഇവർ തരുന്നത് നമ്മുടെ 20 രൂപ കൊടുത്ത് 2 ചായ എന്ന് പറഞ്ഞാൽ ഈ 2 ഗ്ലാസ്സിനകത്ത് തരും. ചെറിയ ഗ്ലാസ്സാണ്, അതിനകത്ത് 2 ഗ്ലാസ് തരും. അതിന് നമ്മുടെ 20 രൂപ വാങ്ങിക്കും. ഫുൾ ചായ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 20 രൂപയ്ക്ക് ചായതാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഈ കവറിനകത്ത് തരുകയും ചെയ്ത് ഇതുകൊണ്ട് 1, 2, 3, 4, 5, 6, 7 ഗ്ലാസും തന്നു. ഈ ഗ്ലാസും തന്നു. അപ്പം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 1, 2, 3, 4, 5, 6 ഗ്ലാസ് നിറയെ ചായ കിട്ടി. പിന്നെ ഈ ഗ്ലാസ്സിനകത്ത് കണ്ട് ഇത്രയും ചായ കിട്ടി. അപ്പം ലാഭം ഇങ്ങനെ വാങ്ങിക്കുന്ന അല്ലേ? അത് അപ്പം തൃപ്തരല്ല എന്ന് വെച്ചാൽ ചെറിയ ഗ്ലാസ് അല്ലേ, വളരെ ചെറിയ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഗ്ലാസ് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. തമിഴ്നാടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ വടക്കൻ സംസ്ഥാനങ്ങളിലോട്ടും തെക്കും കിടഞ്ഞാറും തെക്ക് വടക്കും എവിടെ പോയാലും ഇതുപോലത്തെ ഗ്ലാസ്സാ ചായ. അവിടെ വലിയ അവര് ചായ കുറച്ച് നമുക്കെന്നാ ചായ അങ്ങ് കുടിച്ചേക്കാം, അല്ലെങ്കിൽ ആറിപ്പോവും. കാര്യം നമ്മളെ ഈ കവറിനകത്ത് അത് അങ്ങനെ വെച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞത്. ഈ ഗ്ലാസ്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഒഴിക്കാമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് എന്തോ വേസ്റ്റ് ആയി പോകും, മറിഞ്ഞു പോകും. എന്നാൽ പിന്നെ കുടിച്ചേക്കാം. ഓ നല്ല വെയിലാണ്, നല്ല വെയിലാണ്. നമ്മുടെ ട്രിപ്പിന്റെ ദിനങ്ങളിങ്ങനെ കടന്നു പോവുകയാണ്. അതെ അതെ. നമുക്ക് കാണാം അവിടെ കിളിയില്ലേ, കിളി തീറ്റ കൊടുക്കുന്ന സംവിധാനം ഒന്ന് കണ്ടാലോ? അതെ അതെ അതെ. ഇവിടെ ആണെങ്കിലേ ഇത് കണ്ടില്ലേ, ഈ പേസ്പോണ്ട് എന്തോന്ന് ഇതേമാതിരി ഓരോ എന്തോ എൻ്റെ അടുത്തും വെച്ചിട്ടുണ്ട്. കിളി ഇരിക്കുന്നുണ്ട്, വേണ്ടേ പേസ്പോർട്ട് എൻ്റെ അടുത്തും വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ നമ്മൾ അവിടെ വെച്ച് കണ്ട വണ്ടി. ഇവർ 2 പാർട്ടികളാണ്. അവർക്ക് ലോഡായല്ലേ? മുഴുവനായോ? രാവിലെ അറിയല്ലേ? അതിവിടെ കിടക്കുക, കൂടെ കയറാൻ. ഇതുണ്ടോ ഇത് സംഭവം? ഇതിനകത്ത് തീറ്റയും കാര്യങ്ങളും ഇട്ടേക്കുവാ കിളിക്ക്. തീറ്റ ഇതിനകത്തുണ്ട്. ഉണ്ട്. ഈ കിളി ഇതിനകത്ത് വന്ന് ഇരിക്കും, തീറ്റ ഇല്ലും. ഇത് കണ്ടില്ല, അവിടെ വെള്ളം വെച്ചേക്കുന്നത്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ മാത്രമല്ല, മിക്കവാറും നമ്മൾ ഈ ഗുജറാത്തിലേ ഒത്തിരി ഭാഗത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കാര്യമാണ്. കിളിക്ക് വെള്ളവും അതുകൊണ്ട് തീറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, തീരുമം കൊടുക്കാനായിട്ട്. ഇത് ആവാസ വ്യവസ്ഥയില് ഇതൊക്കെ ഓരോ നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇതെല്ലാം. ആവാസ വ്യവസ്ഥയിൽ ചെറുപായൊക്കെ ലോഡ് കയറ്റാൻ പോവുക കേട്ടോ. പക്ഷെ ഞാൻ എനിക്കിവിടെ കണ്ടത് വെച്ച് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവമായത് കേട്ടോ. ആവാസ വ്യവസ്ഥയുടെ ഓരോ ആവാസ വ്യവസ്ഥയുണ്ട്. ഈ സാധനങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിതൊന്നും അറിയുന്നില്ല. എലികളെ പക്ഷികളെ മനുഷ്യനെ പോലെ ഇതെല്ലാം റൗണ്ട് ചെയ്യുന്നതാണ് ഈ ചക്രം സിസ്റ്റം ഇവിടെ കറക്റ്റ് സറൗണ്ട് ആകുന്നു. ഓക്സിജൻ ഇല്ലായ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒത്തിരി വിഷയങ്ങളുണ്ടാകും. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ താല്പര്യമില്ല. ടീച്ചർ കഥ പറയുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ താല്പര്യം, അല്ലേ? നമ്മൾ ഒരു നിമിഷം കൊണ്ട് സയന്റിഫിക് തിങ്കർ ആകാൻ പറ്റില്ല. മറ്റൊരു തിങ്കർ നമുക്ക് പെട്ടെന്നാകാം. നമ്മളെ എഴുത്ത് പഠിക്കുന്നതാണ് നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ കാശാൻ കളരിയിൽ പോയി നമ്മൾ എഴുത്ത് പഠിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഈ ഇതിനകത്തൊക്കെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ടോ ഈ വെള്ളം കൊടുക്കുന്നതും. പക്ഷെ ഏറ്റവും നല്ലൊരു കാര്യമാണ്, അല്ലേ? നല്ല കാര്യമാണ്. ഇവിടെ വെള്ളം അങ്ങനെ വലുതായിട്ടില്ല. നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഇഷ്ടം പോലെ വെള്ളമുള്ളത് കൂട്ടി. ഇവിടെ അങ്ങനെ ഇല്ല, വറ്റി വരണ്ട് കിടക്കുന്നവര്. പട്ടികൾക്കും വെള്ളം പോയിക്കാനും ഒക്കെ പാത്രം വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ വണ്ടി കിടന്ന ഫ്രണ്ടിലെല്ലാം ഞാൻ കണ്ടു. പിന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓരോ കടയുടെ ഫ്രണ്ടിൽ ഇതേമാതിരി അല്ലേ, ഓരോ ഇങ്ങനെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കച്ചിയും കാര്യങ്ങളും ഒക്കെ. അതിനകത്ത് കിളി ഈ പറഞ്ഞോട്ട് മുട്ടയൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് പല കൂടിനകത്ത്. ശ്രീ ഓം വിഷ്ണു ട്രാൻസ്പോർട്ട് കമ്പനി അവര് സെറ്റ് ചെയ്തേക്കുന്നത്. ചോറിനാൻ പോണോ ചേട്ടാ? ചോറിനാൻ പോണോ? വിളിച്ചോ? ഞങ്ങളുടെ ഇരിപ്പുണ്ട് കറി, ഞങ്ങളുടെ കറി എടുക്കും. സാമ്പാർ തരാം. വെജിറ്റബിൾ കറി സാമ്പാർ എടുത്തു കൊടുക്കും. എത്ര വിശാലമായിട്ടുള്ള വഴിയാണല്ലയോ.
അടിപൊളി വഴി. നമ്മുടെ കേരളത്തിൽ ഇതുകൂട്ടത്തെ വഴികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണിന് സുഖമായിരുന്നു വണ്ടി ഓടിക്കാൻ. കാഴ്ചക്കുളിർമയേകുന്ന വഴികളാണ്. അതെ അതെ. സൈഡിലുള്ള കാഴ്ചകളൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞുകൊണ്ട് കാണാൻ പറഞ്ഞുകൊണ്ട് കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ്. പച്ചപ്പും കാര്യങ്ങളും. നമ്മളിങ്ങോട്ട് നവസാരി ബൊറിയാച്ചി ടോളിങ് നമ്മൾ ധർമാപൂർ വഴി കയറി വന്നിട്ട്. അതെ അതെ. നാഷണൽ ഹൈവേ ആണ്. നാസിക്കിന് വന്നത്. നാസിക്കിന്. അത് നാഷണൽ ഹൈവേ ആണ്. അതെ. അത് ചിലര് പറയുന്നത് അത് ചെറിയ വണ്ടിയൊക്കെ പോകുള്ളൂ. പക്ഷെ അത് നല്ല വഴിയാണ്. നല്ല വഴിയാണ്. നല്ല വഴിയാണ്. വീതി ഒരു ഇച്ചിരി കുറവുണ്ടെന്നുള്ള കേസൊക്കെ. ടൈലറൊക്കെ വരുന്നതല്ലേ. എന്തോരം ചരക്ക് വാഹനങ്ങളാ വഴി പോകുന്നത്. ആ വഴിക്ക് വരുന്നത്. പിന്നെ കുറച്ച് കയറ്റമുണ്ട്. എന്ന് വെച്ചാൽ അത്ര വലിയ കയറ്റമുണ്ട്. ഗുജറാത്തിൽ ആർട്ടിഒ ഇല്ല. കർണാടക മഹാരാഷ്ട്രയുടെ ആർട്ടിഒ മാത്രമേ ഉള്ളൂ. വേറെ മറ്റു വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന കർമ്മല തിമ്പുരണി പന്തപ്പൂര് സംഗോള ജത്ത് വിജയപുര ബീജാപ്പൂർ മേഖലയിലോട്ട് പോവാ. അതെ അതെ അതെ. നല്ല അടിപൊളി വഴിയാണ്. അടിപൊളി വഴിയാണ്. കാണാൻ നല്ല രസം. അതെ. ഹൈവേ നാഷണൽ ഹൈവേ ആണ്. കർമാല കഴിഞ്ഞു. ഇനി അടുത്തത് പന്ത്രാപ്പൂർ, ബീജാപ്പൂർ, സോളാപ്പൂർ ഒക്കെ പോകാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കൻ കറി ശാല ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ സന്ധ്യക്ക് നമ്മള് അവിടെ ആ ചെക്കോഷിന് അവിടെ വെച്ചാൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ചെക്കോഷിന് അവിടെ വെച്ച് നമ്മൾ വെച്ചാൽ നമുക്ക് ചോറ് മാത്രം വെച്ചാൽ മതി. ചോറ് കഞ്ഞി ഇടുക. ഒരു വിസിലടിപ്പിച്ച പെട്ടെന്ന് ബിരിയാണി പോലത്തെ ചെറിയ റൈസ് അരിയാ നമുക്ക് കഴിക്കാം. അല്ലെ പട്ടണിക്ക് ഇരിക്കേണ്ടി വരും. ഹോട്ടലിൽ കഴിച്ചാല് 300 രൂപ ആവും. സത്യമാ. അണ്ണന്മാരുടെ വണ്ടിയല്ല ഈ റൂട്ടാ വരുന്നത്. അണ്ണന്മാർ ഹൈദരാബാദ് ചെന്നൈ ഒക്കെ പോകുന്ന പ്രശസ്തമായ ഹൈവേ. വണ്ടിയാ ഇവിടെ കൂടുതൽ കേട്ടോ. അണ്ണന്മാരുടെ ഒരു വികാര കേന്ദ്രമാണ്. അതുകൊണ്ട് അടുത്ത വണ്ടി വരുന്നുണ്ട്. അങ്ങനെ നിരനിരയായിട്ട് അവരുടെ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അണ്ണന്മാരുടെ വണ്ടിയാ കൂടുതലും. അവരുടെ വണ്ടിയാ കൂടുതലും. ഭയങ്കര കാറ്റാ ഇവിടെ. ഭയങ്കര കാറ്റാ. അതാ ആ ബക്കറ്റിന്റെ അടപ്പെടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് അല്ലേ. പുറയിലൊരു ഡബ്ബാ വണ്ടിക്കാരനും കഞ്ഞിയോ അയാളും 2 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയായിരിക്കും അല്ലേ. നമുക്ക് പിന്നെ ഈ പറഞ്ഞോട്ട് ആയി കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങ് പോവാൻ കഴിച്ചെന്ന് വെച്ചു. നമ്മളിങ്ങോട്ട് ഈ കർമാലയ്ക്ക് പുറകു വരെ ഈ ഹൈവേ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. കർമാലയ്ക്ക് ഏകദേശം ഒരു ശക്കലം പുറകു വരെ ഈ ഹൈവേ അടിപൊളിയായിട്ട് പണിതിട്ടേക്കും. നമ്മുടെ പണിയാനുള്ള സെറ്റപ്പില് പണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പണി ചെയ്യുമായിരിക്കും. അതെ, പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ബോംബെ ടച്ച് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, കുറേ ഭാഗങ്ങളൊക്കെ നല്ല വഴിയല്ലേ. ഇതിന് നമ്മൾ കുറച്ച് മുമ്പ് ഓടിയ സ്ഥലങ്ങളെ നല്ല വഴിയായിരുന്നു. നമ്മൾ ഈ ഗുജറാത്ത് ഓടുമ്പോഴേ അഹമ്മദാബാദിൽ നിന്ന് വരുമ്പം നമ്മൾ ഈ ബോംബെ ടച്ച് ചെയ്യാതെ ഈ വഴിക്ക് വരികയാണെങ്കിൽ ഒത്തിരി ടോള് കുറവുണ്ട്. അതെ, ബോംബെ ടച്ച് ചെയ്ത് വരുമ്പോൾ ടോള് കൂടുതലാണ്. അതെ, വഴി അടിപൊളിയാ. ഇതും അടിപൊളി വഴിയൊക്കെയാ. അതെ. ഒരു പുത്തൻവണ്ടിയുടെ ജയിസാന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നേ. നമ്മളെ പോയി ഈ പൊക്കോണ്ടിരിക്കുന്ന റോഡ് തിമ്പുരണി കർക്കാമ്പ് പന്താപ്പൂർ റോഡായിരുന്നു. NH 561A ഒരു നാഷണൽ ഹൈവേ ആണ്, ഗ്രാമവഴിയല്ല. എന്നിട്ട് വഴി അതിന്റെ ഇത് കൊണ്ടോ അതിന്റെ ഇത് മയിൽക്കുറ്റി. അതെ, NH ആണ്. NH 561 561A ആണ്. സംഗോള പന്തപ്പൂര്. അതായത് ഈ തിമ്പുരണി ഹൈവേയിലോട്ട് ജോയിന്റ് ആയിട്ട് നഗറിന്ന് വരുന്ന സോളാപൂർ ഹൈവേ ഉണ്ട്. ആ ഹൈവേക്ക് കുറുകെ വന്നിട്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുമ്പോഴാണ് ഈ പന്ത്രാപ്പൂർ ബീജാപ്പൂർ പോകുന്നതും അതും ഒരു ഹൈവേ ആണ്. ഈ ഹൈവേ എല്ലാം ഇന്റർ കണക്ട് ചെയ്തിരിക്കണേ. അപ്പൊ ഈ ഡ്രൈവേഴ്സ് ലോകം കറക്റ്റ് ഈ ഇതിനെ കണക്ട് ഹൈവേ ആണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അത് ചെറിയ വഴിയാണ് പറയും, ഗ്രാമ വഴികളാണ് പറയും. 150 മീറ്റർ കഴിയുമ്പോൾ യു ടേൺ എടുക്കുക. അങ്ങനെ നമ്മള്
എല്ലാപ്പൂർ ടൗൺ ആയേക്കുവാ അല്ലേ? അതായത് വാണിജ്യ ചരക്ക് പാത. ഞാൻ പറയുന്നത് മുംബൈ ഏറ്റവും വലിയൊരു വാണിജ്യ സംസ്ഥാനമാണ്. അതെ, അതുകൊണ്ടാണ്. അതായത് മുംബൈയിലെ ഒരു ചെറിയ, അതായത് മുംബൈ കോർപ്പറേഷൻ പോലും നമ്മുടെ കേരളത്തിനെക്കാട്ടിലും കൂടുതൽ ഒരു വർഷത്തെ പൈസ ഓഡിറ്റ് ചെയ്യുന്നത് അവിടുത്തെ അതുപോലത്തെ വലിയൊരു സംസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തമായ ഗവേഷണത്തിൽ ഞാൻ കണ്ടുപിടിച്ചത് ഈ ബോംബെക്ക് പോകുന്ന ഒരു പ്രമുഖ റൂട്ടാണ് ഈ നമ്മുടെ യെല്ലാപ്പൂർ ഭാഗമൊക്കെ. അതുകൊണ്ട് ഞാൻ ബോംബെക്ക് പോകുന്ന വണ്ടികളെല്ലാം വഴിയെ കൂടെ അല്ലേ പോകുന്നത്. ഞാൻ ഇതിന് വാണിജ്യ ചരക്ക് ഗതാഗത പാതയായിട്ട് ഭായിയുടെ ഭാവനയിൽ അതിനങ്ങനെ ഒരു പേര് കൊടുത്തേക്കാണല്ലേ. അങ്ങനെ നമ്മള് പന്തപ്പൂര്, പിന്നെ പന്തപ്പൂര്, സംഗോള, ജത്ത്, ബിജാപ്പൂര്, അങ്ങനെ നമ്മള് ബിജാപ്പൂര് കഴിഞ്ഞ് പിന്നെ നമ്മളെവിടെ വന്നു, ഇവിടെ ഹുബ്ലി, യെല്ലാപ്പൂര്, അങ്ങനെ നമ്മള് ഗുല്ലാപ്പൂരാണ്. ഈ ഡ്രൈവർമാർ പറയുന്നത് അത് എല്ലാപ്പൂരാന്ന് പറയാം. നമ്മുടെ വിജയൻ ചേട്ടന്റെ കട ഗുല്ലാപ്പൂരാണ്. യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിന്റെ പേര് ഗുല്ലാപ്പൂർ എന്നാണ്. ഗുല്ലാപ്പൂരിൽ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട് ഗുല്ലാപ്പൂർ. ഡ്രൈവർ ലോകം അങ്ങ് പറയുന്ന എല്ലാപ്പൂർ വിജയന്റെ കട. ഡ്രൈവർ ലോകം ചെറിയ ഊടുവഴി കയറും. പക്ഷെ അത് നാഷണൽ ഹൈവേ ആയിരിക്കും. അവിടെ നാഷണൽ ഹൈവേയുടെ എംബ്ലം കാണും. ഇത് ശ്രദ്ധിക്കുക. ചിലർ പറയും അത് ഗ്രാമവഴിയാന്ന് പറയും. ഗ്രാമവഴിയൊന്നുമല്ല, അതെല്ലാം പണിയാനുള്ള ഹൈവേകളാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴെല്ലാം നമ്മളെ പോലീസ് പിടിച്ചില്ലേ? അതെ, ഗുജറാത്ത് സംസ്ഥാനത്ത്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതുകൊണ്ട് കർണാടക. നമ്മള് ഗുജറാത്ത് മണമ്പൂരുമാണ്. ഗുജറാത്ത് മോർബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ ആദ്യം ഗുജറാത്ത് സ്റ്റേറ്റിൽ പല ബൈപ്പാസിൽ നിന്ന് നമ്മളെ പോലീസുകാർ പൈസ മേടിച്ചു. പിന്നെ ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജനിച്ച ഒരു സംസ്ഥാനമാണ്. ഗുജറാത്തിലെ പോലീസുകാർ എന്തോ അവര് പറയുന്നത്, ഞങ്ങൾക്കൊന്നും അറിയണ്ട, ഞങ്ങൾക്ക് 500 രൂപ വേണം അങ്ങ് പറയാ. നമ്മളായിട്ട് തെറ്റ് ചെയ്തിട്ടാണ്. നമ്മളെ കൂട്ടുള്ള വണ്ടിക്കാരല്ലേ ഈ പറഞ്ഞോട്ട് ഇവര് പിഴിയുന്നത്. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ലോറിക്കാർക്ക്. പോലീസിന്റെ ഭാഗത്തുനിന്നല്ലേ ഇങ്ങനെ ഉള്ള പിരിവും കാര്യങ്ങളൊന്നും വലുതായിട്ട് ദ്രോഹമില്ല. പക്ഷെ അതുകൊണ്ടല്ല, മഹാരാഷ്ട്രയിലാണേലും കർണാടകത്തിലാണേലും പിന്നെ അതുകൊണ്ട് ഈ ഗുജറാത്തിലാണേലും എല്ലാം. അതിന് നമ്മള് ഗുജറാത്തിൽ നിന്ന് നമ്മള് മഹാരാഷ്ട്രയിലേക്ക് കയറി. പിന്നെ നമ്മളിപ്പോ കർണാടകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിലും ഇതുപോലെ പല ബൈപ്പാസുകളിലും വെച്ച് എല്ലാം ഇങ്ങനെ ചില ഹൈവേകൾ പണി പൂർത്തീകരിച്ചു. നമ്മളിങ്ങനെ വരുമ്പോ വണ്ടി ഇങ്ങനെ ഓടി വരുമ്പോ റോഡിന്റെ നടുക്കോട്ട് ഇവരങ്ങ് കയറി അങ്ങ് നിക്കുക. എന്തുമാത്രം ഹൈവേകളാണ്. പല ഹൈവേകൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് അതിനെ വണ്ടിക്കാരെ, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വണ്ടിക്കാരെ അവര് കാണുന്ന സമീപനം എന്തോ വലിയൊരു ക്രിമിനലുകളായിട്ടാണ് അവര് കാണുന്നത്. ഇന്ത്യയിലെ പല ഹൈവേകളും ജോയിൻ ചെയ്തിരിക്കുകയാണ്. ജോയിൻ ചെയ്ത് ഓരോ ഹൈവേയിൽ നിന്ന് മാറി നമ്മൾ അടുത്ത ഹൈവേയിലോട്ട് കയറുന്നത്. അപ്പൊ ഈ ബൈപ്പാസിൽ കൂടെ വരുമ്പോഴെല്ലാം ഇവർ ഈ ബൈപ്പാസ് ട്യൂൺ ചെയ്താ പോലീസുകാർ നിൽക്കുന്നത്. അതായത് നമ്മള് ഇപ്പൊ ഒരു ഹൈവേയിൽ നിന്ന് അടുത്ത ഹൈവേയിലോട്ട് തിരിഞ്ഞിറങ്ങുന്ന ആ സ്ഥലത്ത് എന്തുവാന്നറിയോ, നല്ല വളമൊക്കെ ആയിരിക്കും, പാലത്തിന്റെ അടി, ബസ്സിന്റെ അടി. ഇവര് ആ ഏടാകുടത്തിനകത്തൊക്കെ നിൽക്കും പോലീസ്. നമ്മളെ കൈ കാണിക്കും. നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പറ്റുക. നമ്മൾ ആ അടിവിലിനകത്തായ പോലെ റോഡിന്റെ നടുക്കോട്ടിങ് ഇറങ്ങി വരികയാണ്. അവരുടെ നിയമം. നമ്മൾ അവരെ കൊല്ലാനോ തല്ലാനോ ഒന്നും പറയല്ല. നമുക്ക് ചവിട്ടി അവരോട് ചെന്ന് കാര്യം പറഞ്ഞാലൊന്നും അവർ അംഗീകരിക്കുകയില്ല. എനിക്ക് പൈസ വേണം, എന്റെ മാമൂല്, എന്റെ കൈക്കൂലി കൃത്യമായിട്ട് തന്നിരിക്കണം. നമ്മളെന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നമ്മള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായമായ കർഷകനും ലോറി വ്യവസായത്തിനും യാതൊരു താങ്ങും തണലും തരാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ. ഈ ലോറി വ്യവസായത്തിനൊക്കെ ചുമ്മാ എന്താ പറയുന്നത്, വേറെ കാര്യമുണ്ട്. ഈ ചരക്ക് നീക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ നെടുന്തൂണാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. അതിനെക്കുറിച്ചൊന്നും പഠിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ഏത് രാഷ്ട്രീയക്കാരനും ഏത് പോലീസുകാരനും എങ്ങനെ പണിയെടുക്കാതെ എനിക്ക് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാം, അതിനെപ്പറ്റി ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് പറ്റിയ പരിപാടിയാണ് ലോറിക്കാരൻ. ഇന്ത്യയിലെ ആപ്പിള് വരുന്നത് കാശ്മീരിൽ നിന്നാണ്. ഈ കാശ്മീരിൽ നിന്ന് ആപ്പിള് വരുന്നത് ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റ് മാറിയാ കേരളത്തിലേക്ക് വരുന്നത്.
അവര് നടുക്കോട്ട് കയറി തിരിച്ച് അവരുടെ ഏത് പോലീസ് സ്റ്റേഷനാണ്, ഇപ്പം ഹുബ്ലിയാണോ കിർവാട്ടിയാണോ എല്ലാപ്പൂരാണോ, ആ പോലീസ് സ്റ്റേഷനിൽ അവര് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നു, വഴിയോട്ട് ഇറങ്ങിയെന്നു, ലോറിക്ക് കൈ നാടിക്കുന്നു. എന്നിട്ട് ഗുണ്ടായിസോ വടിയൊക്കെ ആയിട്ട് നടുക്കോട്ട് 3-4 നടുക്കോട്ട് കയറി നിൽക്കുന്നത്. നടുക്കോട്ട് നിന്നിട്ടൊരു ഭയങ്കര പേടിപ്പില്ല നമ്മളെ. അവരുടെ ആ ഭാഷയെ നമ്മളെ അങ്ങ് പേടിപ്പിക്കുക. ഓടും കന്നഡ പറയും, കുറെ കഴിയുമ്പോൾ ഹിന്ദിയും പറയും. നമ്മള് എന്താ പറയുക, നമ്മൾ അവിടെ നിസ്സഹായത എന്ന പദം അവിടെ നമ്മളെ അനുകൂലിക്കുന്നത്. നമ്മള് കുറെ നേരം ഒക്കെ പറഞ്ഞു പോകും, അവസാനം നമ്മൾ 200 രൂപ എടുത്ത് കൊടുക്കും അല്ലേ, കൊടുക്കാതെ അവർ വിടത്തില്ല. എത്രമാത്രം പോലീസായി ഇപ്പൊ നമ്മളിനി മംഗലാപുരം വരെ പോകുന്നിടത്ത് എത്ര പോലീസ് ഉണ്ടെന്നറിയോ? ആ കിർവാട്ടിയിലാണെങ്കിൽ കിർവാട്ടി പോലീസ് സ്റ്റേഷൻ ആ റോഡ് സൈഡിലാ. ആ പോലീസുകാര് കൂട്ടമായിട്ട് എനിക്ക് തോന്നുന്നു അവര് ആ ഡ്യൂട്ടിയുള്ള മൊത്തം പോലീസുകാരും ആ റോഡിലോട്ട് ഇറങ്ങി നിൽക്കാന്നത് വടിയായിട്ട്. SI ആണ് മരത്തിന്റെ ടണലിലോട്ട് കാറ് കയറ്റിയിട്ടിട്ട് പൈസ. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ ഇങ്ങനത്തെ ഒരു അലമ്പ പരിപാടിയില്ല. അവർ എൻട്രിയാ പറഞ്ഞത്, എൻട്രി അതായത് അവരുടെ രാജ്യത്തിലേക്ക് കയറിയിട്ട് പ്രവേശന. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മള് ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. നമ്മള് ഈ നമ്മുടെ സംസ്ഥാനം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരാണേലും പോലീസുകാരാണേലും നമ്മളെ കാണുന്ന മറ്റു രാജ്യത്ത് നിന്ന് വന്ന ഒരാളല്ല, അന്യഗ്രഹ ജീവി എന്നുള്ള രീതിയിലുള്ള വലിയൊരു വർഗീയതപരമായ സിസ്റ്റമാണ്. അതെ അതെ, ഭാഷ ഒരു വർഗീയത. വേറൊരു ഭാഷക്കാരനെ മറ്റൊരു ഭാഷക്കാരനെ കാണാൻ പറ്റാം, വലിയൊരു പ്രശ്നമാണ് ഇത്. ഒന്നാമെന്ന് പറഞ്ഞാലും പല ഒരു 10-30 തട്ടിലെ ഇതൊക്കെ നിൽക്കുന്നത്. അത്ര സംസ്ഥാനങ്ങളുണ്ട്. ഇത്രയും സംസ്ഥാനത്തിനും പ്രത്യേകമായ നിയമങ്ങളും ചട്ടങ്ങളും അവർക്കായ സ്വന്തമായ പോലീസും അവർ കുറെ ആക്ടുകളും ഉണ്ട്. നമ്മള് ഇന്ത്യൻ ഹൈവേ ആന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെന്നൊന്നും പറഞ്ഞിട്ടൊന്നും വെറുതെ എന്ന് പറഞ്ഞ് പറയാം. എനിക്ക് പൈസ വേണം, എനിക്ക് കൈക്കൂലി വേണം, എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കണം. അതാണ് ഓരോ പോലീസുകാരന്റെയും ഓരോ രാഷ്ട്രീയക്കാരന്റെയും ഇടപാട്. അതായത് നമ്മളെ നന്നാക്കാനെന്നുള്ള പരിപാടി നമ്മളോർക്കും നമ്മളെ നന്നാക്കാനായിരിക്കും. ഹ്യൂമിഡിറ്റി ചൂട് വടക്കൻ സംസ്ഥാനങ്ങളെക്കാട്ടിൽ ഭയങ്കര ഹ്യൂമിഡിറ്റി. വേഗം അങ്ങ് പുഴുങ്ങുക. നമ്മളിപ്പോ മായിക്കടുത്തായി ഇപ്പം. അല്ല ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് എന്നാ പറയാ, നമുക്ക് ഇവിടെ ഇറക്കിയിട്ട് ഇനി ബാക്കി കൊച്ചിയിലാണ് ഇറക്കണ്ടേ. എന്ന് കയറ്റിയ സാധനം അല്ലേ, 1 മാസം പോയി ഒരു ലോഡ്. ബില്ലെടുത്തോട്. അപ്പൊ ഇനി ഇവിടെ ഇറക്കണം അല്ലേ? ബാലൻസ് കൊച്ചിയിൽ ഇല്ല, കോഴിക്കോടുണ്ട്. കോഴിക്കോട്. അത് പിന്നെ എന്താ അത് ഇല്ലിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് അല്ലേ, കുറച്ച് ടൈലും ഉണ്ടല്ലേ. അപ്പോൾ ഇവർ ഈ വണ്ടിക്കകത്ത് പാർത്തി കയറ്റാൻ വേണ്ടിയിട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, പോയി കാപ്പി ഒക്കെ കുടിച്ചിട്ട് വരാം. എന്നാ വാ. ഓ വാ. എന്തുവാ പോയത്? കഥ എഴുതുവാണ്. ഒരു മാറ്റർ. ഇതിനകത്ത് ഒരുപാടുണ്ടല്ലോ. പോക്കുവരവ് എന്ന സമ്മിശ്ര പദം യഥാർത്ഥത്തിൽ ട്രിപ്പ് കഥകളെ അവിസ്മരണീയ ശ്രേണികളുടെ
ഗോവേണികളെ പോലെ അങ്ങനെ അത് നമ്മൾ NT വാസുദേവൻ നായരൊക്കെ ഇരുന്ന് കഥ എഴുതുകയായിരുന്നു. അതെ. അതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് നല്ല ഒരു അതായത് ഒരു ടോക്ക് ലേഖനം എഴുതി ഉണ്ടാക്കുക. കവിഹൃദയം എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ കവിഹൃദയം. എനിക്കിഷ്ടം കവികളെ, സാഹിത്യകാരന്മാരെ, പെയിന്റർമാരെ, അതുപോലെ തന്നെ വെറുതെ ചുമ്മാ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരില്ലേ. നമ്മളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടുണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ നോക്കി എന്ന് വെച്ചാൽ അവർ നല്ല നല്ല വാക്കുകൾ നമ്മളോട് പറയാ. ചിലപ്പോൾ ആ വാക്ക് നമുക്ക് അതൊരു തൂലികയിൽ എഴുതാനുള്ള അനശ്വര പദമായിരിക്കും. അതെ. പിന്നെ നമ്മുടെ ലോഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധർമ്മടം അതായത് മാഹിക്കടുത്ത് പഴയ NH ബൈപ്പാസും കാര്യങ്ങളും ഒക്കെ വന്നേ. പുതിയ NH അവിടെ പക്ഷെ ഈ ബൈപ്പാസ് അപ്പുറത്ത് വന്നതിന് ശേഷം ഈ റോഡിൽ നല്ല തിരക്ക് കുറവുണ്ട്. മറ്റേത് എന്തുവായിരുന്നു, വലിയ പാടായിരുന്നു ഈ റോഡിൽ വണ്ടി ഓടിച്ചോണ്ട് വരാൻ. ഇന്ത്യയിലെ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറികൾ വന്ന് വഴി അങ്ങ് ബ്ലോക്ക് ആകുമായിരുന്നു. അതെ. ഈ മാഹിയിലെ കേന്ദ്രഭരണ പ്രദേശം അവിടെ ഡീസലിനൊക്കെ വിലക്കുറവുള്ളതുകൊണ്ട് അവർ അപ്പുറത്തൂടെ ഒക്കെ വന്ന ബൈപ്പാസ് വന്നിട്ട് അവിടുന്ന് എളുപ്പം പമ്പിലോട്ട് കയറാം. അങ്ങനെ കയറാൻ പറ്റും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, ടോളാവും. ടോള് കൊടുക്കണം. പിന്നെ ഈ വഴി ഇങ്ങനെ പഴയ വഴി തന്നെ വന്നു കഴിഞ്ഞാൽ ടോളില്ല. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അപ്പൊ നമ്മുടെ സാധനം ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പം നമ്മൾ 2 ഡെലിവറി കൊടുത്തു. ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന 3ാമത്തെയാണ്. അപ്പം അതിന് ശേഷം നമ്മൾ മറ്റേ ആ കോഴിക്കോട് ബൈപ്പാസ് മറ്റേ അത് പുള്ളിക്കാരുണ്ട്. അത് പുള്ളി അവിടെ വന്ന് കളക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത് ബൈപ്പാസിൽ. അപ്പോൾ അതും കൊടുത്തതിന് ശേഷം നേരെ കൊച്ചിയിൽ ഒറ്റ ഡെലിവറി ആണെന്ന് തോന്നുന്നു. ഒന്നല്ല, 2 ഡെലിവറി ഉണ്ട്. 2 ഡെലിവറി. ഒരിടത്തേക്ക് എന്തോ 3 ബില്ലുണ്ട്. അത് കൂടാതെ വേറൊരു പാർട്ടിക്ക് ഒരു ബില്ലുണ്ട്. അങ്ങനെ 2 ഡെലിവറി ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ ആ 2 എണ്ണം കൂടെ നമുക്ക് നാളെ ഇറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നാളത്തേത് കൊണ്ട് പരിപാടി തീരും. പക്ഷെ ഇവിടെ വലിയ താമസമില്ല. ഇവിടെ കാര്യം കുറച്ച് സാധനമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ കുറേയേറെ ഇറക്കി തീർന്നു. ഇനിയിപ്പം തുച്ഛമായിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് കോഴിക്കോട് ബൈപ്പാസിലും അത് മറിച്ച് കയറ്റുന്നതിന് വലിയ സമയമൊന്നും വേണ്ട. സാനിറ്ററി ഐറ്റംസ് അല്ലേ, കുറച്ചേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെല്ലുന്ന ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പം ഇറങ്ങിയ ഭാഗ്യമായി. എന്താണെന്നുള്ള അറിയില്ല, നമുക്ക് പരമാവധി നോക്കാം അല്ലേ. അപ്പം ഭായിയുടെ ഡയറിയൊക്കെ അങ്ങ് മടക്കി വെച്ചു. അതിന്റെ അവസാനം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇത് എന്തിനെ കുറിച്ചാണ് എഴുതുന്നേ? പോക്കുവരവ് എന്ന സമ്മിശ്ര പദം അക്ഷരാർത്ഥത്തിൽ തൃപ്തതകളെ അവിസ്മരണീയ ശ്രേണികളുടെ കോവേണികളെ ഇരിക്കാൻ പ്രാപ്തമാക്കുന്നു. അതിനെ സംബന്ധിച്ച് എഴുതുക. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ എന്തോ പറയുന്നത്. കോവേണി എന്ന് പറഞ്ഞാൽ കോവേണി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കയറുക, ഇറങ്ങുക. അതായത് ട്രിപ്പുകളെ ട്രിപ്പിൽ അങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും നമ്മൾ പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മുടെ കവിഭാവനയിൽ കോവേണിയോ ഇങ്ങനെ കവിഭാവനയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ലോകം ഒരു പക്ഷേ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ വായി പറയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ ടോക്കുകൾ നമ്മൾ പറയുന്നു. ശരി, എന്നാൽ എഴുത്ത് തുടരട്ടെ. തുടങ്ങിക്കൂ, എഴുതി തുടങ്ങിക്കോന്നേ. ഓക്കെ.